സാത്താന്റെ വെളിപ്പാട് പ്രാപിച്ചിട്ടാകാം പത്രോസ് പറഞ്ഞത്. അതല്ലെങ്കിൽ തികച്ചും മാനുഷികമായ കാര്യം മനുഷ്യബുദ്ധിയിൽ പറയുന്നതാകാം. രണ്ടിൽ ഏതു വിധത്തിലുള്ളതായാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കണ്ണിൽ അത് സാത്താന്യാലോചനയാണ്. ഇതൊരു മാർമിക വിഷയമായി നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ പദ്ധതികൾ മാത്രമാണ് ദൈവീകം. സാത്താൻ കൊണ്ടുവരുന്ന പദ്ധതികൾ ദൈവീകമല്ല, സാത്താന്യമാണ്. മനുഷ്യൻ കൊണ്ടുവരുന്ന ആലോചനകൾ അത് ദൈവീക പദ്ധതിക്ക് എതിരാണെങ്കിൽ അതിൽ സാത്താന്റെ ആത്മാവ് പ്രത്യേകിച്ചൊന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും അത് സാത്താന്യമാണ്. നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് മാനുഷികമായ കാര്യമല്ലേ, അത് സാത്താനെ എന്തിനതിന് പഴിക്കുന്നു എന്നാണ്. എന്നാൽ നാം ശ്രദ്ധിക്കുക, ദൈവാലോചനയ്ക്ക് വിരുദ്ധമായത് മാനുഷികമാണെങ്കിൽ പോലും അത് സാത്താന്യമാണ് എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. മാനുഷികമായതുകൊണ്ട് അതിനോട് അല്പം ദയയോടെ പെരുമാറുവാനല്ല. തന്നോട് ഇത് പറഞ്ഞതായ പത്രോസ് അല്പം മുമ്പ് ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചവനാണ്.